നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആൽഫയും ഒമേഗയുമായ നമ്മുടെ ഹൃദയത്തിൻ്റെ ഞരക്കങ്ങൾ പോലും അറിയാവുന്ന, നമ്മളെ ഉരുവാക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മളെപ്പറ്റി നന്നായി അറിയാവുന്ന യേശുക്രിസ്തുവിന് തൻ്റെ കുപ്പായത്തിൻ്റെ വിളിമ്പിൽ വന്നു തൊട്ട ആ സ്ത്രീ ആരാണെന്ന് അറിയത്തില്ലായിരുന്നു എന്നത്? തീർച്ചയായും യേശുക്രിസ്തുവിന് അറിയാമായിരുന്നു ആരാണ് തന്നെ വന്ന് സ്പർശിച്ചതെന്ന്. പിന്നെ എന്തിനായിരിക്കും യേശുക്രിസ്തു പറഞ്ഞത് ആരാണ് എൻ്റെ കുപ്പായത്തിൽ വന്ന് തൊട്ടത് എന്ന്? ഇതെന്തിനാണ് ചെയ്തതെന്ന് മനസ്സിലാക്കുമ്പോൾ യേശുവിൻ്റെ കരുതലും അവൻ്റെ സ്നേഹവും നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. 12 വർഷമായി അശുദ്ധയായി ആരുടെ അടുത്ത് പോലും ചെല്ലാനുള്ള അനുവാദമില്ലായിരുന്ന ആ സ്ത്രീക്ക് തൻ്റെ കുപ്പായത്തിൻ്റെ വിളിമ്പിൽ വന്ന് തൊട്ട് അവൾക്ക് സൗഖ്യം ലഭിച്ചുവെന്നത് അവൾക്കും അറിയാം, യേശുക്രിസ്തുവിനും അറിയാം. പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ അത് റിവീൽ ചെയ്താൽ മാത്രമേ അവൾക്ക് സമൂഹത്തിൽ അവൾക്ക് നഷ്ടമായ മാനം ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവളുടെ ആ ഒരു സ്റ്റേറ്റസ് പഴയതുപോലെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. സമൂഹത്തിൽ അവളെ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് യേശുക്രിസ്തു ഡിക്ലെയർ ചെയ്യുകയായിരുന്നു, ഇവൾ ഇന്നു മുതൽ അശുദ്ധയല്ല, ഇവൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അങ്ങനെ പറഞ്ഞതോടുകൂടി എല്ലാവരുടെ മുമ്പിൽ അവൾ സൗഖ്യം ലഭിച്ച ഒരു സ്ത്രീയായി മാറിക്കഴിഞ്ഞിരുന്നു. അവളുടെ അശുദ്ധമായ ആ സ്റ്റേറ്റസ് യേശുക്രിസ്തു തുടച്ചു മാറ്റി. അങ്ങനെ ഒരു പ്രവൃത്തി അവിടെ ചെയ്തില്ലായിരുന്നെങ്കിൽ അവൾ ജീവിതകാലം മുഴുവൻ ആർക്കും അറിയത്തുമില്ലായിരുന്നു. അവൾ പറഞ്ഞാൽ ഒരു പക്ഷേ ആൾക്കാർ വിശ്വസിക്കത്തുമില്ലായിരുന്നു. ഇതാണ് യേശുവിൻ്റെ രക്ഷ. വെറും സൗഖ്യത്തിന് വേണ്ടി വന്ന അവൾക്ക് സമൂഹത്തിലൊരു പുതിയ മാനമാണ് യേശു കൊടുത്തത്. യേശുവിൻ്റെ രക്ഷയെയും കരുതലിനെയും അവന് നിങ്ങളോടുള്ള സ്നേഹത്തെയും കുറിച്ച് നിങ്ങൾ കൂടുതലായി മനസ്സിലാക്കുക. So come fall in love with Jesus and fall in love with the word of God.